മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രവാചകന്റെ മുന്നിൽ വാപ്പ ഇരിപ്പുണ്ട്. ഒരു ചെറിയ ആൺകുട്ടിയുണ്ടല്ലോ, ഓടി വന്ന് വാപ്പാടെ ചാരത്ത് വന്നപ്പോ വാപ്പയതാ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് തന്റെ പൊന്നാര മകനെ പിടിച്ച് മടിയിലിരുത്തി. അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. മകൻ ഓടി വന്നു. വാപ്പ തന്റെ മകന്റെ കവിളിൽ ഉമ്മ കൊടുത്തിട്ട് പിടിച്ചു മടിയിലിരുത്തി. കുറെ സമയം കഴിയുമ്പോ ആ മനുഷ്യന്റെ പൊന്നാര മകള് വാപ്പാടെ അടുക്കലേക്ക് വരികയാ. ആ മനുഷ്യന്റെ പെൺകുട്ടിയുണ്ടല്ലോ, ആ പൊന്നുമോള് ഉപ്പാന്റെ അടുക്കലേക്ക് വന്നപ്പോ ആ മനുഷ്യനതാ പൊന്നുമോളുടെ കവിളിലും ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്ത് താഴെ ഇരുത്തി. അള്ളാന്റെ റസൂലാ രംഗം കാണുമ്പോ അവിടെ വിളിച്ചു പറഞ്ഞു, മാ അദൽ തീ. അവിടെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ സ്വഹാബിയോട് വിളിച്ചു പറഞ്ഞു, നീ നീതി കാണിക്ക്, നീ നീതി കാണിക്ക്. ഒന്നുകിൽ രണ്ടു മക്കളെയും താഴെ ഇരുത്ത്, അല്ലെങ്കിൽ ആ മകളെയും നീ മടിയിലേക്ക് കയറ്റി ഇരുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകന് പെമ്മക്കളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് പൊന്നാര മകളോട്, പെണ്ണായ ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. മുത്തുനബി വീട്ടിലേക്ക് കേറി വരുമ്പോ ഫാത്തിമയുടെ നെറ്റിയിൽ ചുംബനം കൊടുക്കുമായിരുന്നു. മുത്തുനബി തന്റെ ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു. ഫാത്തിമ ബീബി വീട്ടിലേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അള്ളാഹുവേ, പെമ്മക്കളുടെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാ എല്ലാവരും പടച്ചവനെ അധികം പേരും പെമ്മക്കളാ ഉസ്താദേ. ആണ് വേണം, ആണ് വേണം, ആദ്യത്തെ പ്രസവമാണാകണം, ആദ്യത്തെ പ്രസവമാണാകണം. ആൺകുഞ്ഞിനെ കൊതിക്കുന്ന മുസ്ലിമേ, മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണോ അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി. ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, എല്ലാത്തിനും ആദ്യത്തെ കുഞ്ഞാണ് വേണം, എല്ലാത്തിനും ആദ്യത്തെ പ്രസവത്തിൽ ആണ് വേണല്ലേ. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കളെ, ആ മക്കളെ കെട്ടിച്ചാൽ സ്വർഗം കിട്ടുമോ? ആ മക്കളെ കെട്ടിച്ചാൽ സ്വർഗം കിട്ടുമോ? ഇല്ല. രണ്ട് പെമ്മക്കളെ. അപ്പോ എല്ലാരും വിചാരിക്കും, ഉസ്താദേ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. എല്ലാരും വിചാരിക്കും ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു, നബിയെ എനിക്ക് ഒന്നേ ഉള്ളൂ, കിട്ടുവോ? ആ, ചിലപ്പം കിട്ടും തന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്, എന്തേ രണ്ട് പെമ്മക്കളെ നേരെ ജുബ വളർത്തിവിട്ട്, നേരെ ജുബ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിട്ട സ്വർഗം കിട്ടുമെന്ന് മുത്തുനബി പറയുമ്പോ മനസ്സിലാക്കണം, രണ്ട് പെമ്മക്കളെ ഇതുപോലെ വളർത്തി കെട്ടിച്ചു വിടണമെങ്കിൽ അതൊരു ജിഹാദ് തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യമല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് പെമ്മക്കളെ നല്ല നിലയിൽ അങ്ങോട്ട് വളർത്താ, അല്ലാഹുവേ, വാപ്പാടെ ഉമ്മാടെ നെഞ്ച് ഇങ്ങനെ അങ്ങോട്ട് പിടയ്ക്കും.